കലാശമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നിശബ്ദ പ്രചരണമാണ്. നിശബ്ദ പ്രചരണത്തിന് BJPയുടെ നേതാക്കന്മാർ ചില വീടുകൾ കയറാറുണ്ടല്ലേ. പക്ഷേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ശ്രദ്ധിച്ചോളുക, ലവന്മാർ കയറുന്നത് അതൊരു ഒന്നൊന്നര കയറലായിരിക്കും. പാലക്കാട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. BJPക്ക് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ രമേശ് പിഷാരടിയാണ്. അപ്പം കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയെ ചില സംഗിണി ഒളിച്ചേച്ചികളെല്ലാം കൂടെ തടഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ ശക്തമായ രീതിയിൽ നല്ല BJPയുടെ പ്രവർത്തകർ വരെ അതിനെ എതിർത്ത് രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു, നമ്മുടെ കാളി മീഡിയയുടെ അണ്ണനെ പോലുള്ളവർ. എന്നാൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നിട്ടുള്ള സംഭവം നിങ്ങൾക്കറിയാം. മലയാള സിനിമയുടെ നിത്യ യൗവനം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുള്ള ദേവൻ എന്ന് പറയുന്ന ഒരു തമ്പുരാൻ, കാരണം ഇവന്മാരെല്ലാം മറ്റേ തമ്പുരാൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള, ബാക്കിയുള്ളവരെല്ലാം ഇവൻ്റെയൊക്കെ മുമ്പിൽ ഓച്ചാനിച്ചിരിക്കണം. ഒരുത്തനുണ്ടല്ലോ തൃശ്ശൂർ, മറ്റേ ആക്ഷൻ ഹീറോ. അവൻ ജയിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആളില്ലാത്ത ഫ്ലാറ്റുകളിൽ വരെ ആളെ കുത്തിത്തിരികി അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരെ വോട്ടുകൾ ചേർത്തിട്ടാണ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുമായിരുന്നു ആ വെട്ടാവളിയും ജയിച്ചത്. അതേ പാറ്റേൺ പിന്തുടർന്നുകൊണ്ടാണ് ഒട്ടകത്തെ പോലും അപമാനിക്കുന്ന തരത്തിൽ ഒരു വൃത്തികെട്ട ഒട്ടക ഓളി ഇപ്പൊ ഗുരുവായൂർ കിടന്നിട്ട് പൊളയ്ക്കുന്നത്. പച്ച വർഗീയത പറഞ്ഞിട്ടും യവന്റെ ഒന്നും വായടപ്പിക്കാൻ ഇവിടെ ഒരാളും ഇല്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇത്തവണ BJP അക്കൗണ്ട് തുറന്നേ പറ്റൂ എന്ന് പറഞ്ഞാണ് നമ്മുടെ പ്രധാനമന്ത്രി വരെ കേരളത്തിലേക്ക് ഇറങ്ങുന്നത്. കണ്ടരമാനം പണമാണ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ പാലക്കാട് ജില്ലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യമല്ല, പണാധിപത്യമാണ്. കാരണം പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ജയിക്കാമെന്നുള്ളൊരു ധാരണ ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ദുർബലരായിട്ടുള്ള ജനങ്ങൾക്ക് പണവും കിറ്റായിട്ടും ഒക്കെ ഇവന്മാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് വരുന്ന ഈ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആരും കാണാതെ പോരുത്, നിങ്ങൾ കാണുക. അതും നമ്മുടെ മഞ്ഞൾ ശോഭ ചേച്ചിയുടെ നേതൃത്വത്തിലാണ് ഇപ്പൊ BJPയുടെ പ്രവർത്തകർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പണം കൊടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് കൈയോടെ കോൺഗ്രസിന്റെ പിള്ളേർ പൊക്കിയിട്ടുണ്ട്. അവർക്ക് നേരെ കാണിക്കുന്ന ഈ ഒരു ഗുണവതാരം ഒന്ന് കണ്ടോ. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണിന് കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ദൃശ്യം പകർത്തിയവരുമായ ശോഭാ സുരേന്ദ്രൻ തർക്കിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എന്റെ മൊബൈലിൽ ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിൽ ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിൽ ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് മൊബൈൽ തട്ടിപ്പറിക്കണം. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കാം. അങ്ങനെ മൊബൈൽ ആക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ. അതെങ്ങനെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എങ്ങനെ വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം വന്നിട്ടുണ്ടോ? ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കിയത്. നിങ്ങൾ പൈസ കൊടുക്കുന്നതന്നെ ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്റെ മൊബൈലിൽ എന്റെ എന്റെ മൊബൈലിൽ അതിലൊന്നും മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിൽ ചോദിക്കേണ്ട 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 കാര്യം നിങ്ങൾക്കില്ല. പാലക്കാട് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുകയാണ്. വോട്ട് നൽകണമെങ്കിൽ വോട്ട് നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പണം നൽകുന്ന ദൃശ്യങ്ങളാണ്, കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലാണ്, അവരുടെ അടക്കം നേതൃത്വത്തിലാണ് ഈ പണം നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാജിദ അജ്മൽ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സാജിദ, BJPക്കെതിരെ വോട്ട് നൽകാൻ വേണ്ടി പണം നൽകുന്ന ആരോപണം ശക്തമാണ്. പക്ഷേ ഇതാദ്യമായിരിക്കാം ഇത്രയും വലിയ തെളിവോടുകൂടി ഈ വാർത്ത പുറത്തു വരുന്നത്. ഇതെവിടെ നടന്ന സംഭവമാണ്? എന്താണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്?
ജീന, കണ്ണാടി പഞ്ചായത്തിലെ കണ്ണന്നൂർ മേഖലയിലാണ് ഈ രീതിയിൽ വോട്ടിന് പണം നൽകുന്നത്. അത് BJP സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനും അവരോടൊപ്പം നിരവധി വാഹനങ്ങളിൽ ഒരു പര്യടനത്തിന്റെ സ്വഭാവത്തിൽ വരികയും വീടുകളിൽ കയറി പണം നൽകുകയുമാണ് ചെയ്യുന്നത്. ഇത് ഈ UDFന്റെ പ്രവർത്തകർ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഉൾപ്പെടെ പ്രവർത്തകർ ഇത് കൈയോടെ പിടികൂടുകയാണ്. ഈ കൈയോടെ പിടികൂടി ദൃശ്യങ്ങൾ പകർത്തിയ ആളുകളുടെ ഈ ചപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നുള്ളതാണ് BJPയുടെ നേതാവും സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ പറയുന്നത്. അവർ ഈ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇത്തരം വിവരങ്ങൾ ഉണ്ട്. ഈ കാരണം ഈ വോട്ടിന് പണവും ഇന്നലെ കൊട്ടിക്കലാശത്തിന് വന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം. നിരവധി ആളുകൾ ഒരേ രൂപത്തിലുള്ള സാരി ധരിച്ചാണ് വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സാരി നൽകുന്നു എന്നൊരു വിവരമുണ്ട്. കൃത്യമായ തെളിവില്ലാതെ നമുക്ക് വാർത്ത നൽകാൻ കഴിയില്ല. അങ്ങനെ സാരിയും 1000 രൂപയുമാണ് കൊട്ടിക്കലാശത്തിന് വരാൻ നൽകിയത് എന്ന് നേരത്തെ തന്നെ ഇവിടെ വലിയ തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ വോട്ടെടുപ്പിന്റെ തൊട്ട് തലേ ദിവസമാണ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ പണം നൽകുന്നത്. അത് ഏതെങ്കിലും ആരോപണമല്ല. BJPയുടെ പ്രവർത്തക, ഒരു വെള്ള ചുരിദാർ ധരിച്ച ഈ BJPയുടെ പ്രവർത്തക വീട്ടിലേക്ക് പോകുന്നു. പ്രായമുള്ള ഒരു സ്ത്രീക്ക് കയ്യിൽ പണം വെച്ച് നൽകുന്നു. ആ പണം വെച്ച് നൽകിയതിന് തൊട്ട് അവർ ഇറങ്ങിയതിനു ശേഷം UDF പ്രവർത്തകർ അകത്തേക്ക് കയറി ഈ വയോധികയുടെ കയ്യിലുള്ള ഈ പണം കാണിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. വലിയ തോതിൽ പണം ഒഴുക്കുന്നതായുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJP കുറച്ച് ദിവസങ്ങളിലായി ഈ രീതിയിൽ പണം നൽകുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അപൂർവമായിരിക്കും ഇങ്ങനെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ടെത്തി പണം നൽകുന്ന ദൃശ്യങ്ങളോടുകൂടി പുറത്തു വരുന്നത്. ഈ സമീപകാലത്ത് അത്തരം ദൃശ്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇത് പ്രവർത്തകർ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സ്വഭാവത്തോടുകൂടി ഒന്നിച്ച് നിരവധി വണ്ടികളിലായി പോകുന്നു. അവിടെ നിന്ന് ഈ പണം ആളുകൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇത് കുറച്ച് ദിവസമായി UDFന്റെ പ്രവർത്തകർ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഈ നമ്മുടെ മാധ്യമപ്രവർത്തകരോടും UDF പ്രവർത്തകർ പറയുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി തെളിവില്ലാതെ വാർത്ത നൽകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൃത്യം ഈ പണം നൽകിയതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ അവർ ആദ്യം കാറിലിരുന്ന് എന്തിനാണ് ദൃശ്യങ്ങൾ എടുക്കുന്നത് എന്ന് ദൃശ്യങ്ങൾ പകർത്തുന്ന യുവാക്കളോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് അവർ ഇറങ്ങി വന്ന് ഫോൺ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഇവരോട് തട്ടിക്കയറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പാലക്കാട് ഈ നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് രമേശ് പിഷാരടിയെ തടയുന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിനിടയ്ക്കാണ് ഈ പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. ജീന, നിങ്ങൾ കണ്ടല്ലോ, കൃത്യമായിട്ട് BJPയുടെ പ്രവർത്തകര് ഈ വീട്ടിലിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള അമ്മയുടെ കൈകളിൽ കാശ് വെച്ച് കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശോഭ ചേച്ചി കാറിനകത്ത് ഇരിപ്പുണ്ട്. കാറിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ശോഭയുടെ ഈ ഒരു പ്രകടനം നിങ്ങൾ കണ്ടത്. അതായത് എന്റെ വീഡിയോ എടുക്കാനും എന്റെ ഫോട്ടോ എടുക്കാനും നീ ആരാണ്? തെമ്മാടിത്തരവും തെണ്ടിത്തരവും ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ എവന്റെയും എവളുടെയും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇവിടെ റൈറ്റ്സ് ഉണ്ട്. തെമ്മാടിത്തരത്തിലൂടെ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇങ്ങനെ വോട്ട് മേടിച്ച് ജയിക്കുന്നതിലും നല്ലത് പോയി ചാണാക്കുഴി വീണിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണ് ഇതിനെക്കാട്ടും നല്ലത്. ജനാധിപത്യപരമായ രീതിയിൽ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനം ഒരിക്കലും നിനക്കൊന്നും ഒരു അവസരം തരത്തില്ല. ഇതുപോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊണ്ടുപോയി എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് അവരുടെ വോട്ട് മേടിച്ച് ജയിക്കുന്നത് ഷണ്ടത്തരമെന്നല്ലാതെ വേറെ ഒന്നും പറയില്ല. ഈ വോട്ടിന് മുമ്പ് ഈ പാവപ്പെട്ട ജനങ്ങളൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ. 10 പൈസയുടെ ഗുണമില്ലാത്ത നീയൊക്കെയാണ് ഇപ്പൊ ഇവിടെ കയറിയിട്ട് ഇമാതിരി തോന്നിയാസം കാണിക്കുന്നത്. അതും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഈ തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് അധികാരികളുടെ മുമ്പിൽ എത്തിക്കണം. ഇവർക്കെതിരെ നടപടിയെടുക്കണം. പൊന്നു മഞ്ഞൾ ശോഭ, എന്നിട്ട് ശോഭ ചേച്ചിയുടെ ശോഭിക്കലൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ പണം എവിടുന്ന് വന്നു? ഈ പണത്തിന്റെ സോഴ്സ് എന്താണ്? ഇതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി ഇവർക്കെതിരെ നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതും വലതും ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ഒന്നും ആവശ്യം ഇവിടെ ഉണ്ടാകത്തില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ രണ്ടുപേരും ഇവിടെ നിലനിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെയൊക്കെ കാര്യം അധോഗതി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും ശോഭ ചേച്ചിയുടെ ഈ നെറിവുകെട്ട രാഷ്ട്രീയ രീതികൾ നിങ്ങൾ കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നിങ്ങൾ കണ്ടല്ലോ കിറ്റ് കൊടുക്കുന്നതും. സുരേഷ് ഗോപി ചേട്ടൻ ജയിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടതാ. എന്താണെങ്കിലും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനമേ, നമുക്ക് ഒരു ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനം വിറ്റ് നമ്മൾ ഒരാൾക്കും വോട്ട് കൊടുക്കരുത്. കാരണം അങ്ങനെ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു ആവശ്യവും പറഞ്ഞ് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കും, ഞാൻ പൈസ തന്നിട്ടല്ലേ നീയൊക്കെ എനിക്ക് വോട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായി വിരലിട്ടുണ്ട് തിരിച്ചു പോകേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറാതിരിക്കട്ടെ എന്ന് നിങ്ങളുടെ സമ്മതിദാന അവകാശം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അത് രേഖപ്പെടുത്തുക. അത് ആരുടെയും പ്രലോഭനങ്ങളിലാകരുത്. ആരും ഇത്തരത്തിലുള്ള നക്കാപ്പിച്ച തന്നിട്ട് അത് വാങ്ങിച്ചിട്ടുമാകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വടക്കേന്ത്യ ആയി പോകരുത് കേട്ടോ. ഇത് കേരളമാണ്, ഓർക്കുക.
ചിന്തിക്കുക, പ്രവർത്തിക്കുക.